പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ എനർജി ഇല്ലാത്തത്, എന്തുകൊണ്ടാണ് ഞാൻ മാത്രം ഇങ്ങനെ ടയേർഡായിട്ട് ഇരിക്കുന്നത്, ഓവറായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ആവശ്യത്തിന് ഹാർഡ് വർക്ക് ഉണ്ട്, അതുപോലെ ഞാൻ അത്യാവശ്യം റെസ്റ്റ് എടുക്കുന്നുണ്ട്, നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ക്ഷീണം അനുഭവിക്കേണ്ടി വരുന്നത്? എന്താണ് പ്രശ്നം? നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ സ്മാർട്ട് വർക്കല്ല ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷീണം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ പറയുന്ന ഒരു ക്ഷീണം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ എങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്യാം, നിങ്ങളുടെ ഓരോ ദിവസവും എങ്ങനെ നിങ്ങൾക്ക് എനർജറ്റിക് ആയിട്ടിരിക്കാം, നല്ല ഉഷാറോടു കൂടി നിങ്ങൾക്ക് ജോലി ചെയ്യാം അല്ലെങ്കിൽ പഠിക്കാം. സോ എനർജി എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം 8-10 വഴികളിലൂടെ. ഒന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 5 മിനിറ്റ് എനർജി റീസെറ്റാണ്. അതായത് നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഡൗൺ ആയിട്ട് തോന്നുന്നത്, എപ്പോഴാണോ നിങ്ങൾക്ക് എനർജി കുറഞ്ഞു എന്ന് തോന്നുന്നത്, ആ സമയത്ത് നിങ്ങൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒരു 4 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ശ്വാസം എടുക്കുക. ഒരു 4 സെക്കൻഡ് നിങ്ങൾ ഉള്ളിൽ ഹോൾഡ് ചെയ്യുക. ഒരു 4 സെക്കൻഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് പുറത്തോട്ട് വിടുക. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളൊരു ഓക്സിജൻ സപ്ലൈ ബോഡിയിലേക്കുള്ളത് ഒന്ന് മാറ്റം വരുത്തുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ കൂടുതൽ വരുന്നു. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളിൽ ഒരു ചെറിയ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ഉഷാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഒരുപാട് ഓക്സിജൻ വലിച്ചു കയറ്റണം എന്നല്ല പറയണത്, ഉള്ളത് നിങ്ങൾ ഒരു 4 സെക്കൻഡ് വെച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മൾ വേണമെന്ന് കരുതിക്കൊണ്ട് ശരീരത്തിലേക്കുള്ള ഓക്സിജൻ്റെ സപ്ലൈയെ ഒന്ന് നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് സ്വാധീനിക്കുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഈ പരിപാടി മാക്സിമം ഒരു 5 മിനിറ്റ് വരേക്കും പോകാം. അതിന് മുമ്പ് തന്നെ നിങ്ങൾക്കൊരു റിഫ്രഷായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിർത്താം. അപ്പോൾ അതായത് ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. സോ അതിനെ നമുക്ക് ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് മാത്രമേ നമുക്ക് എനർജി ഉണ്ടാക്കാനുള്ള ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. എനർജി എന്ന് പറയുന്നത് ഓക്സിജനും കൂടി ചേർന്നതാണല്ലോ, കാരണം നമ്മുടെ പ്രാണവായുവാണല്ലോ. രണ്ടാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 90-20 റൂളാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു 1.5 മണിക്കൂർ നേരത്തേക്ക് പഠിക്കുകയോ ജോലി ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നൊരു ടയർഡ്നെസ്, ഒരു ക്ഷീണം. ഈ ക്ഷീണത്തെ മറികടക്കാൻ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 10-20 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്നു. അതായത് നിങ്ങളൊന്ന് പുറത്തിറങ്ങി നടക്കുന്നു, ഒന്ന് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നു. ഈ പൂച്ചയൊക്കെ കണ്ടിട്ടില്ലേ, ഒരുമാതിരി നായ്ക്കളൊക്കെ സ്ട്രെച്ച് ചെയ്യുന്ന, കുറേ നേരം അനങ്ങാതെ കിടന്നിട്ടായിരിക്കും, അത് എണീറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്ന പണിയാണിതൊക്കെ. അപ്പോൾ ഇതൊരു എനർജി ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. മനുഷ്യനിൽ നിന്നുള്ളതല്ല, എല്ലാ ജീവികൾക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു മെത്തേഡ് നമുക്കും അഡാപ്റ്റ് ചെയ്യാം. ഒരു 1.5 മണിക്കൂറോളം നിങ്ങൾ ജോലിയോ പഠനമോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ശരി, ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ബോഡി സ്ട്രെച്ച് ചെയ്യുന്നതോ, ഒന്ന് നടക്കുന്നതോ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതോ, ആ ഒരു ഇരിക്കുന്ന ലൊക്കേഷനിൽ നിന്ന് മാറുന്നത് നിങ്ങളുടെ എനർജി കൂട്ടുന്ന കാര്യമാണ്. അതല്ല നിങ്ങൾ അവിടെ തന്നെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ഇങ്ങനെ ഡ്രെയിൻ ആയിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത്രത്തോളം ഹെൽത്തി ആണോ ചോദിക്കുകയാണെങ്കിൽ ഹെൽത്തി ആണെന്നും അല്ലെന്നും പറയാം. അതായത് നമ്മളൊരു സ്നാക്സ് അല്ലെങ്കിൽ എനർജി ബൂസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആൽമണ്ട്സ്, അതായത് എന്താ പറയുക, ബദാം അല്ലേ, അപ്പോൾ ഇങ്ങനത്തെ നട്ട്സുകളൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ നട്ട്സുകൾ കുറച്ച് പ്രൈസ് ഉള്ള കാര്യമാണ്, എക്സ്പെൻസീവാണ്, എങ്കിലും നിങ്ങൾക്കത് വാങ്ങി കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് നോക്കാം, ഡാർക്ക് ചോക്ലേറ്റ്. അത് അത്രയും വിലയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നട്ട്സിനേക്കാൾ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി തോന്നുന്നത് ഈ പറയുന്ന ചോക്ലേറ്റ് ആണെങ്കിൽ, അധികമല്ല കുറച്ച് കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എനർജി ഉള്ളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളതിൻ്റെ ന്യൂട്രീഷൻ ഫാക്ട്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരിക്കും, അത് ഈ പാക്കറ്റിൻ്റെ പിന്നിലുണ്ടായിരിക്കും. ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ അങ്ങനെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനകത്ത് എനർജി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 200 അല്ലെങ്കിൽ 300 kcal കിലോ കലോറി എന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കുന്നതും ഇതേ പറഞ്ഞ പോലെ എനർജി തന്നെയാണ്. നമുക്ക് ആ ഒരു ക്ഷീണമുള്ളിടത്തു നിന്നും നമുക്കൊരു എനർജിയിലേക്ക് എത്തുന്ന ഒരു പരിപാടി തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് അതല്ല, ഹെൽത്തി ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നട്ട്സ് പോലെയുള്ള കാര്യങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ് പോലെയുള്ള കാര്യങ്ങൾ, ഓവറായിട്ട് സ്വീറ്റ് അല്ലാത്ത പറയുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യുക. അതും കിട്ടാത്ത സാഹചര്യത്തിൽ പറയുന്ന ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റൊക്കെ കഴിക്കുകയാണെങ്കിൽ പറയുന്ന എനർജി കിട്ടും. ബോഡിക്ക് നല്ലതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ലതാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നാലാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാച്ചുറൽ ലൈറ്റ് നമ്മുടെ മേത്ത് പെടണം എന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോൾ ചില കമ്പനിയിലൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഒരുപാട് ഉള്ളിലായിരിക്കും. അതായത് ജനലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ലൈറ്റ് വരുന്ന സ്ഥലത്തോ ആയിരിക്കില്ല. നമുക്ക് അവിടെ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് എന്ന് പറയുന്ന സാധനം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് നിങ്ങൾ രാവിലെ എണീറ്റിട്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. നിങ്ങളുടെ ഒരു സർക്കാഡിയൻ റിതം
സെറ്റാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രാത്രിയും പകലും ബോഡിക്ക് തിരിച്ചറിയണമെങ്കിൽ സൺലൈറ്റിൽ നിന്ന് നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുന്നുണ്ട്, എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടാൻ എങ്ങനെ നോക്കിയാലും ശരി ഒരു ദിവസം ഒരു 10, 15, 20 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് വെയിലത്ത് നടക്കാനോ അല്ലെങ്കിൽ സൺലൈറ്റ് മേത്ത് കൊള്ളുന്ന ഒരു പരിപാടി ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സാഹചര്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നത് വീട്ടിലാണെങ്കിലും ശരി, ജനലിൻ്റെ അടുത്ത്, അതായത് നിങ്ങൾക്ക് സൺലൈറ്റ് സൂര്യപ്രകാശം മേത്ത് അടിക്കണം എന്നുള്ളതല്ല, ലൈറ്റ് അവിടെയും ഇവിടെയും തട്ടിയിട്ടാണെങ്കിൽ പോലും നിങ്ങളുടെ ദേഹത്ത് പെടണം. അതായത് നിങ്ങൾക്ക് എനർജി കിട്ടുന്നതിന് സൺലൈറ്റ്, നാച്ചുറൽ ലൈറ്റ് വളരെയധികം ഉപകാരപ്പെടുന്നൊരു സാധനമാണ്, ഗുണകരമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഈ വീടിനകത്തോ റൂമിനകത്തോ ചടഞ്ഞു കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ കേട്ടിട്ടില്ലേ? അവരെ ഒന്ന് പുറത്തൊന്ന് കൂട്ടിക്കൊണ്ടു പോകൂ, സൺലൈറ്റൊക്കെ ഒന്ന് മേത്ത് കൊള്ളട്ടെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഇതൊക്കെ തന്നെയാണ് കാരണം. ഈ സൺലൈറ്റ് അല്ലെങ്കിൽ നാച്ചുറൽ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എനർജി തരുന്നൊരു സാധനം തന്നെയാണ്. അപ്പോൾ അതിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഗുണമുണ്ട്. ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലഞ്ച് ബ്രേക്കിനകത്ത്, ടീ ബ്രേക്കിനകത്തൊക്കെ നമുക്ക് സൺലൈറ്റ് എടുക്കാവുന്നതാണ്. നമുക്ക് പറ്റാത്ത കിടന്നില്ല, നമ്മൾ ശ്രമിച്ചാൽ നടക്കും. ഒരു 5 മിനിറ്റ് 10 മിനിറ്റെങ്കിലും നമുക്കത് കിട്ടും. 5ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വിക്ക് മൂവ്മെൻ്റ് ആണ്. അതായത് നിങ്ങൾ ടയർഡാണ്, അതല്ല നിങ്ങൾക്ക് എനർജി ഒട്ടും ഇല്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്കുക. എന്നതിന് ശേഷം ഒരു 5 or 10 തവണ നിങ്ങളൊന്ന് ചാടുന്നു, അല്ലെങ്കിൽ സ്പീഡിൽ നടക്കുന്നു. ബ്രിസ്ക് വാക്ക് എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള സ്പീഡിൽ നിങ്ങൾ നടക്കുന്നു, ചാടുന്നു, നടക്കുന്നു. എങ്ങനെയെങ്കിലും നിങ്ങളുടെ ബോഡി ഒന്ന് ഹൈ സ്പീഡിൽ നിങ്ങൾ മൂവ് ചെയ്യിക്കുന്നു. പെട്ടെന്ന് നിങ്ങളുടെ ഈ പറയുന്ന ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് സ്പീഡാകുന്നു. നോർമലി നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന ഇരിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പതുക്കെ ഒഴുകുന്നു, ഒഴുകണമെങ്കിലോ എന്ന് എഴുതിക്കൊണ്ട് ഒഴുകുന്ന പോലെ ആയിരിക്കും ബ്ലഡ് ഒഴുകുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ഓടുന്ന സമയത്തോ ഒന്ന് ചാടുന്ന സമയത്തോ ഒഴുകണം എന്ന് കരുതി ഒഴുകുന്ന രീതിയിലായിരിക്കില്ല, സ്പീഡ് എന്തായിരിക്കും. ആ സ്പീഡ് ബോഡിയുടെ എല്ലാ പോർഷനിലേക്കും എല്ലാ സെൽസിലേക്കും പ്രോപ്പറായിട്ടുള്ള ബ്ലഡും ഓക്സിജനും എല്ലാം എവിടെ എത്തിക്കും അല്ലേ? അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന സമയത്ത് ഓക്സിജൻ എല്ലായിടത്തേക്കും എത്തുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി സ്പീഡ് കൂടുന്ന സമയത്ത് കൂടുതലെത്തുന്നു. അപ്പോൾ അത് നമ്മൾ ചാടുന്ന സമയത്ത് കൂടുതൽ എനർജി വേണം, അപ്പോൾ കൂടുതൽ ഓക്സിജൻ സപ്ലൈ ചെയ്യും. എങ്ങനെ നോക്കിയാലും ശരി, ബോഡി മൂവ്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് എനർജി വരുന്നുണ്ടോ, അതിന് ഒരുപാട് ഹോർമോണുകൾ നമ്മളെ സഹായിക്കുന്നുണ്ടോ, പിന്നെ പുറത്ത് അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് പരിപാടി നടക്കുന്നുണ്ടോ. സോ ബോഡി മൂവ് ചെയ്യുക, എനർജി ഗെയിൻ ചെയ്യുക. ചടഞ്ഞു കൂടിയിരിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് എനർജി ഇല്ലാത്ത സമയത്ത്, നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നിങ്ങളൊന്ന് ചാടി നോക്കി, എന്നിട്ട് എണീറ്റ് ആ ഇരുന്ന സ്ഥലത്ത് തന്നെ ഒന്നുകൂടി പോയിട്ട് ഇരുന്ന് നോക്കി. ആ എണീറ്റ സമയത്ത് ഉണ്ടായിരുന്ന നിങ്ങളല്ല ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊരു വേറൊരാളായി മാറിയിട്ടുണ്ടായിരിക്കും. ഈ ബൂസ്റ്റൊക്കെ കുടിച്ചിട്ട് പറയുന്ന പോലെ നിങ്ങൾക്ക് എനർജി കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനർജി കിട്ടാൻ ബോഡി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ മസ്റ്റാണ്. അതിപ്പോൾ പഠിക്കുന്നവരാണെങ്കിലും ശരി, ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി, ഒന്ന് ഇറങ്ങി നടക്കുന്നതോ ഒന്ന് ഓടുന്നതോ ഒന്ന് ചാടുന്നതോ ഒക്കെ എനർജി നമുക്ക് കൊണ്ടുതരുന്ന കാര്യമാണ്. ശരീരം മൂവ് ചെയ്യണം, അത്രയേ ഉള്ളൂ. 6ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ നമ്മളെ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വെള്ളം കുടിക്കാം, ഒരു പരിധിക്ക് മേളിൽ നമുക്ക് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നമുക്ക് നടക്കാത്തൊരു കാര്യമാണ്. നമുക്ക് ഒരുമാതിരി ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നും അല്ലേ ഒരു പരിധിക്ക് മുകളിൽ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഉപ്പിടുക അല്ലേ, ഹിമാലയൻ സാൾട്ടൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് വെള്ളം ഉണ്ടാക്കിയിട്ട് കുടിക്കുക. ഓവറായിട്ട് ഉപ്പ് ഇട്ടിട്ട് നശിപ്പിക്കരുത്, അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ നമ്മുടെ ഹെൽത്ത് നശിപ്പിക്കരുത്. പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കുടിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദിവസത്തിൽ പല തവണയായിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ, അതും ഈ പറയുന്ന പോലെ നമുക്ക് എനർജി തരുന്ന കാര്യമാണ്. കൂടുതൽ വെള്ളം കുടിക്കാനും നമ്മളെ പ്രേരിപ്പിക്കും. കാരണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമല്ലോ. അപ്പോൾ ചെറിയ രീതിയിലാണെങ്കിൽ ശരി, ഉള്ളിലേക്ക് ഉപ്പ് പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിച്ചിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി നമ്മളെ കൊണ്ട് അത് കുടിപ്പിച്ചിരിക്കും. അപ്പോൾ എങ്ങനെ നോക്കിയാലും വെള്ളം കുടിക്കുക എന്ന് പറയുന്നതും അതിലൂടെ നമുക്ക് എനർജി കിട്ടുക എന്ന് പറയുന്ന പരിപാടിയും ഈസി ആയിട്ട് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. 7ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. കാരണം ജോലി ചെയ്യാൻ ഓഫീസിൽ പോകുന്ന ഒരു അടിമ ആയിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് അത് പ്രാക്ടിക്കലി നടക്കുന്ന ഒരു കാര്യമല്ല. അതല്ല, വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കോ സ്വന്തമായിട്ട് മുതലാളിയായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കോ ഒക്കെ ബിസിനസ്സിലൊക്കെ ഇരിക്കുന്നവർക്ക് ഈസി ആയിട്ട് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ഒന്നുമില്ല, ഒരു ദിവസം ഒരു 10-20 മിനിറ്റ് നേരം നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒന്ന് മയങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതും എനർജി തരുന്നൊരു കാര്യമാണ്. അതെല്ലാവർക്കും എങ്ങനെ കിട്ടും ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളത് ശീലിച്ചവരാണെങ്കിൽ നിങ്ങൾക്കതുകൊണ്ട് ഗുണമുണ്ടാകും. ഇപ്പോൾ നമ്മുടെ വി-ഗാർഡ്, നമ്മുടെ വണ്ടർലാൻഡൊക്കെ ഓണറുണ്ടല്ലോ, ഔസഫ് ചിറ്റിലപ്പള്ളി. അപ്പോൾ മൂപ്പര് പറഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു സാധനമാണ്, ഞാൻ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയാലോ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാലോ അവിടുന്ന് പെട്ടെന്ന് ഞാൻ എസ്കേപ്പ് ആകും. എന്തിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് മയങ്ങണം. ഇതിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും എനിക്ക്
സ്ഥലം ഒരുക്കി തരേണ്ടി വരും, റൂം ഒരുക്കി തരേണ്ടി വരും, കിടക്കേണ്ടി വരും. അപ്പോൾ ഇത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, മിക്കവാറും ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ ഞാൻ എവിടെന്നെങ്കിലും എസ്കേപ്പ് ആവാനുള്ള പരിപാടി നോക്കാറുണ്ട്. കാരണം എനിക്ക് ഉറങ്ങണം, ഒന്ന് മയങ്ങണം. അപ്പോൾ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഞാനൊന്ന് മയങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷായി. പിന്നെ എനിക്ക് രാത്രി കുറച്ച് വൈകി കഴിഞ്ഞാലും പ്രശ്നമില്ല. എന്നാലും ഒരു 10-10:30 ആകുമ്പോൾ മൂപ്പര് ഉറങ്ങാറുണ്ട് രാത്രി. അപ്പോൾ അങ്ങനെ ഒരു പവർ നാപ്പ് എടുക്കുന്നത് എനർജി കൂട്ടുന്ന കാര്യമാണെന്നുള്ളത് വലിയ വലിയ വിജയിച്ച ആൾക്കാർ വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പവർ നാപ്പിന് ഒരു എന്താ പറയുക, ഒരു സമയം നമ്മൾ കണ്ടുപിടിക്കണം. ദിവസം ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ മാക്സിമം, ഒരു 20 to 3/4 മണിക്കൂറിനുള്ളിൽ ധാരാളം. നമുക്കത് ഉറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് മയങ്ങുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ എനർജി തരും, പിന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി തരും. അത് ശീലിച്ചവർക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. 8ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരോമ തെറാപ്പി, അതായത് സ്മെല്ല് കൊണ്ടുള്ളൊരു പരിപാടി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീട്ടിൽ ഇപ്പോൾ സിട്രസ് ഓയിൽ, പെപ്പർമിൻറ്റ് ഓയിൽ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. നമുക്കൊരു എനർജി വൈബ് തരുന്ന ഒരു തരം സ്മെല്ലുകളാണ്. ചില പെർഫ്യൂംസിനകത്തുണ്ട്. നമുക്ക് പെർഫ്യൂംസിലേക്ക് പോകേണ്ട അധികം. നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ തന്നെ അത് കുറച്ചുകൂടി ഹെൽത്തിയാണ് നമുക്ക് പറയാം. മറ്റേത് ഈ പെർഫ്യൂം ഇങ്ങനെ ഉള്ളിലോട്ട് അധികം വലിച്ചു കയറ്റുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പെപ്പർമിൻറ്റ് പോലെയുള്ള സാധനങ്ങൾ, സിട്രസ് ഓയിലുകളൊക്കെ നമുക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നില്ല. എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും നമ്മുടെ റൂമിലോ നമ്മളിരിക്കുന്ന സ്ഥലത്തോ വെക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു പ്രത്യേക മണം നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കൊരു പ്രത്യേക ഒരു എനർജിയാണ്, ഒരു പ്രത്യേക വൈബാണ്. നിങ്ങളത് മണത്ത് കഴിഞ്ഞാലേ അറിയുള്ളൂ. തൊട്ടടുത്ത് വെച്ചിട്ട് മൂക്കിൻ്റെ അടുത്ത് വെച്ച് മണക്കാൻ നിൽക്കരുത് കേട്ടോ, പണി കിട്ടും. കുറച്ച് ദൂരെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം നമുക്കറിയാൻ പറ്റും, അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്കറിയാൻ പറ്റും. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു എനർജി കിട്ടുന്ന ഒരു ഫീല് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് അടുത്ത് എവിടെയും വെക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണെങ്കിൽ ജസ്റ്റ് കൈൻ്റെ റിസ്റ്റിൻ്റെ എവിടെയോ എവിടെയിലേക്കൊന്നൊരു തൊടുക. നമ്മൾ ഈ പെർഫ്യൂമൊക്കെ അല്ലെങ്കിൽ ഊത് അത്രയൊക്കെ നമ്മൾ ടച്ച് ചെയ്യുന്ന പോലെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് റബ്ബ് ചെയ്ത് വിടുക. പിന്നെ എപ്പോൾ നോക്കുകയാണെങ്കിലും ഒരു സ്മെല്ല് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ കസ്തൂരിമാൻ്റെ അവസ്ഥയായിരിക്കും, നമ്മുടെ മരുന്ന് തന്നെ ആയിരിക്കും ആ സ്മെല്ല് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി എനർജി തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചില മണങ്ങൾക്ക്, സ്മെല്ലുകൾക്ക് എനർജി തരാനുള്ള ഒരു കഴിവുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആ മണത്തിനോട്. അല്ല, മണമൊന്നും ചെയ്യുന്നില്ല, നമ്മുടെ ബോഡി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, നമുക്കൊരു എനർജി തരുന്ന ഒരു ഫീല് കിട്ടുന്നു. സോ എനർജി കിട്ടുന്നതിന് സ്മെല്ലും എഫക്റ്റീവ് ആണെന്നുള്ളതാണ് പറയണത്. ചീഞ്ഞ് നാറുന്ന ഒരു സ്ഥലത്ത് പോയാൽ നിങ്ങളുടെ എനർജി ഉള്ളത് പോവുകയുള്ളൂ അല്ലേ. ഒരു നല്ല എനർജി, നല്ല നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് എനിക്ക് നല്ല എനർജി കിട്ടാറുണ്ട് എന്നുള്ളത് അല്ലേ. കർപ്പൂരം, അതേപോലെ തന്നെ നല്ലെണ്ണയുടെ മണം, ഇതിൻ്റെ ചന്ദനത്തിരിയുടെ മണം, ചന്ദനത്തിൻ്റെ മണം, ഈ ചില മണങ്ങൾക്ക് നമുക്കൊരു എനർജി വൈബ് തരാനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ചില സമയത്ത് ഈ വിശ്വാസം ഉള്ളവരും വിശ്വാസം ഇല്ലാത്തവരും ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എനർജി കിട്ടുന്നത്, ഫിസിക്കൽ എനർജി കിട്ടുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ചില സ്മെല്ലുകൾക്ക് നമുക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും ഒരു എനർജി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അത് കഴിഞ്ഞാൽ താഴത്തേക്ക് തന്നെ ഇറങ്ങൂട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ സ്മെല്ല് ഉപയോഗിച്ച് നമുക്ക് എനർജി ഉണ്ടാക്കാം. 9ാമത്തെ ഒരു പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതായത് 4, 7, 8 സെക്കൻഡിൻ്റെ കണക്കാണ്. അതായത് 4 സെക്കൻഡ് കൊണ്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ഒരു 7 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു, 8 സെക്കൻഡ് കൊണ്ട് പതുക്കെ നമ്മളത് റിലീസ് ചെയ്യുന്നു. അങ്ങനെ ഒരു 3, 4, 5 തവണ ചെയ്തതിന് ശേഷം കുറച്ച് ഡീപ്പായിട്ട് ഓക്സിജൻ എടുക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് മീഡിയം ലെവലിൽ ഓക്സിജൻ എടുക്കുന്നുള്ളൂ. ഇവിടെ ഒരു 5 തവണ നമ്മൾ കുറച്ച് ഹെവി ആയിട്ട് ഓക്സിജൻ എടുക്കുന്നു. 5 തവണ ചെയ്യുന്നുള്ളൂ. ഒരുപാട് തവണ ചെയ്ത് കഴിഞ്ഞാൽ കേടാണ്. അമിതമായാൽ അമൃതം വിഷമാണെന്ന് പറയുന്ന പോലെ ഓക്സിജൻ തന്നെ നമുക്ക് പണി തരും. അറിയാലോ, നമ്മുടെ ക്യാൻസർ ഉണ്ടാക്കുന്നതിനും ഒരു മെയിൻ റീസണായിട്ട് ഓക്സിജൻ ആണെന്ന് കണ്ടെത്തൽ വരെ ഇപ്പോൾ അടുത്തെങ്ങാണ്ട് ഞാൻ കേട്ടായിരുന്നു. സോ അധികമായ പണി കിട്ടും. അതുകൊണ്ട് ഓവറാവണ്ട. ഒരു 4-5 തവണ ഒന്ന് ഹെവി ആയിട്ട് എടുക്കുന്നു, വിടുന്നു, അത്രയേ ഉള്ളൂ. എണ്ണം കൂടുമ്പോഴാണല്ലോ പ്രശ്നം. ഡോസാണല്ലോ നമ്മുടെ ശരീരത്തിൽ പോയിസൺ ഉണ്ടാക്കുന്നത്. അതെന്തായാലും പച്ചവെള്ളമാണെങ്കിലും അത് ഓവർ ഡോസായിട്ട് കുടിച്ചാൽ പണി കിട്ടും. കാരണം എന്താ, അത് വിഷമായിട്ട് മാറും. അപ്പോൾ ഡോസാണ് പറഞ്ഞു വരുന്നത്. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 6-7 തവണ വേണ്ട, 4-5 തവണ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ധാരാളമാണ്. 4, 7, 8 4 സെക്കൻഡ് കൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക, 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 8 സെക്കൻഡ് കൊണ്ട് റിലീസ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി ഉറങ്ങുന്നതിന് മുമ്പ് രാത്രി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ എണീക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഉറക്കത്തിൽ പോലും നിങ്ങൾക്ക് എനർജറ്റിക് ആയിട്ട് ഉറങ്ങാൻ പറ്റും. നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടുമെന്നാണ് പറയണത്. കാരണം ആവശ്യത്തിന് ഓക്സിജൻ എടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഷാളോ ബ്രീത്തിങ്ങിലേക്ക് പോവുകയാണ് അല്ലേ. ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ എനർജിയോടുകൂടി വലിക്കുന്നൊന്നുമില്ല. ജീവൻ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലി മാത്രമാണ് നമ്മൾ വലിക്കുന്നത്. നമ്മൾ കാര്യമായിട്ട് ഉള്ളിലേക്ക് ഓക്സിജൻ എടുക്കുന്നില്ല ഉറങ്ങുന്ന സമയത്ത് അല്ലേ.
അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഉറങ്ങുമ്പോൾ കുറച്ചും കൂടി നല്ല ഉറക്കം കിട്ടും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. സോ എനർജി ഉണ്ടാക്കാൻ ഇതും നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് ഡേയും നമുക്കൊരു എനർജി കിട്ടും. കാരണം ആ ഉറക്കം നന്നായിട്ട് കിട്ടുമ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് സൂപ്പറായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് മാറും. 10ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീക്ലട്ടർ യുവർ എൻവയറൺമെൻ്റ് ആണ്. അതായത് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചറിയാൻ പറ്റും, നിങ്ങളിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഇതെല്ലാം ഇമോഷണലി അല്ലെങ്കിൽ സൈക്കോളജിക്കലിയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അതായത് നമ്മൾ ഇരിക്കുന്ന സ്ഥലം വൃത്തികെട്ട ഒരു സ്ഥലത്താണെങ്കിൽ നമ്മുടെ എനർജി നേരത്തെ പറഞ്ഞ പോലെ കുളമാകും. ഇപ്പോൾ മീനിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാത്ത ഒരാളെ മീൻ ചന്തയിൽ കൊണ്ടുപോയി നിർത്തിയാൽ അയാളുടെ എനർജി ഡ്രെയിൻ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അയാൾക്കൊരു എനർജി ഉണ്ടായിരിക്കില്ല. എന്നാൽ അയാൾക്ക് എനർജി ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ചന്ദനത്തിരിയുടെയോ ചന്ദനത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സുഗന്ധദ്രവ്യങ്ങളുടെയൊക്കെ സ്മെല്ല് എടുക്കുമ്പോഴാണെങ്കിൽ ആൾ ആ സമയത്ത് ആക്റ്റീവായിട്ട് ഇരിക്കുന്നതും കാണാൻ പറ്റും. എന്നാൽ മത്സ്യത്തിൻ്റെ സ്മെല്ലൊന്നും പ്രശ്നമില്ലാത്തവരും അതൊന്നൊരു വിഷയമല്ല എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. അതായത് ആ സ്മെല്ല് ആ മനുഷ്യന് നല്ല എനർജി തരുന്ന കാര്യമാണ്. കാരണം അയാൾ ചിലപ്പോൾ മീൻ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പോൾ ഡിഫറൻസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ചില ആൾക്കാർക്ക് വൃത്തികേടായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉള്ള എനർജി പോകുന്നത് കാണാൻ പറ്റും. അത് പടുക്കം ചിട്ടയില്ലാത്ത സ്ഥലം, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാകാം, നമ്മൾ കിടന്നുറങ്ങിയ ബെഡായിരിക്കാം, ജോലി ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ അന്തരീക്ഷമായിരിക്കാം, അവിടുത്തെ ഡെസ്ക് നമ്മുടെ ഓഫീസ് സ്പേസ് ആയിരിക്കാം. ചിലപ്പോൾ വൃത്തികേടായിട്ട് കിടക്കുന്നതും നമ്മുടെ എനർജി ഇല്ലാതാക്കുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ അടുക്കും ചിട്ടയോടുകൂടി വെക്കുമ്പോൾ ഒരു പക്ഷേ ചില ആൾക്കാർക്ക് അത് എനർജി നൽകുന്ന കാര്യമാണ്. ചില ആൾക്കാർക്ക് നേരെ ഓപ്പോസിറ്റാണ്. അടുക്കും ചിട്ടയില്ലാതെ ആയിരിക്കും ചില ആൾക്കാർക്ക് എനർജി കിട്ടുന്നുണ്ടാവുക. സോ ഈ പറയുന്ന എൻവയോൺമെൻറ്റ് ഒന്ന് മാറ്റം വരുത്തി കഴിയുമ്പോൾ ഒന്നുകിൽ നന്നായിട്ട് അടുക്കി വെക്കുക അല്ലെങ്കിൽ അടുക്കി വെക്കാതിരിക്കുക. എങ്ങനെയാണോ നിങ്ങൾക്ക് എനർജി കിട്ടുന്നത് അത് നോക്കുക. അതായത് അടുക്കും ചിട്ടയും ഉള്ള സ്ഥലത്താണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ മാറ്റർ. എന്നാൽ ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും അടുക്കും ചിട്ടയോട് കൂടി ഇരിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്, പ്രത്യേക ഒരു എനർജി ആയിരിക്കും. നിങ്ങൾ ഗവൺമെൻറ് ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഫയലൊക്കെ പാടെ വാരി വലിച്ചിട്ടിരിക്കുന്ന ആ ഓഫീസിലേക്ക് കയറി ചെല്ലാൻ തന്നെ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആയിരിക്കും. എന്നാൽ വളരെ അടുക്കും ചിട്ടയോട് കൂടി വെച്ചിരിക്കുന്ന ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തന്നെ നീറ്റ്നെസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കും. എന്നാൽ ആ ചപ്പ് ചവറ് വലിച്ചിട്ടിരിക്കുന്ന ഓഫീസിൽ പോയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇവിടെ ഒരു സാധനം ചലാനടച്ചിട്ടൊരു പേപ്പർ കൈ കിട്ടണമെങ്കിൽ 10 കൊല്ലം പിടിക്കുന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ എനർജി ഈ പറയുന്ന വൃത്തി അല്ലെങ്കിൽ അടുക്കും ചിട്ട, ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യങ്ങളോടൊക്കെ കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. കണക്ട് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഈ 10 പോയിൻറ്റിലൂടെ 10 പ്രാക്ടിക്കൽ സ്റ്റെപ്പിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റട്ടെ.